ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദേശീയപാത 66 ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിലെ ഓരോ ബൈപ്പാസുകളുടെയും പണികൾ പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിന്റെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുതിയൊരു ബൈപ്പാസ് കൂടിയും ഓപ്പൺ ആയിരിക്കുന്നു, മതിലകം ബൈപ്പാസ്. 4.8 കിലോമീറ്റർ ആണ് മതിലകം ബൈപ്പാസ് വരുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ദേശീയപാത 66 ബന്ധപ്പെട്ടിട്ട് ഏക വയഡക്റ്റ് വന്നിരിക്കുന്നത് ഈ ബൈപ്പാസിലുമാണ്. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കൂടെ ഒരു ബൈപ്പാസിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മതിലകം ബൈപ്പാസ് ആണ്. അപ്പൊ ഇതിനു മുൻപ് നമ്മൾ മൂന്നുപീടിക പെരിഞ്ഞനം ബൈപ്പാസ് കണ്ടു കഴിഞ്ഞു. പൂർണ്ണമായിട്ട് 7 ബൈപ്പാസുകളാണ് തൃശ്ശൂർ റീച്ചിൽ വന്നിരിക്കുന്നത്. അതിൽ 6 എണ്ണം പുതിയതാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 6ാമത്തെ ബൈപ്പാസായ മതിലകം ബൈപ്പാസ് ആണ്. അപ്പൊ മൂന്നുപീടിക പെരിഞ്ഞനം ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന കൊറ്റംകുളം കഴിഞ്ഞിട്ട് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പുന്നക്ക ബസാറിൽ നിന്നുമാണ് മതിലകം ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത്. നിങ്ങൾക്കറിയാം, മതിലകം ടൗണിലെ തിരക്ക് അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗൺ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ റോഡൊക്കെ നല്ല രീതിയിൽ തന്നെ ടാർ ചെയ്തുകൊണ്ട് വലിയ ഗതാഗതക്കുരുക്കൊന്നുമില്ല. പണ്ടൊക്കെ റോഡ് വളരെ മോശമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ബൈപ്പാസിന്റെ നിർമ്മാണം കഴിഞ്ഞോട് കൂടിയിട്ട് വാഹനം ഇതിൽ കൂടെ ഓടിത്തുടങ്ങി. അതുകൊണ്ട് മതിലകം ടൗണിലെ ഗതാഗതക്കുരുക്ക് നല്ല രീതിയിലൊരു കുറവുണ്ട്. പിന്നെ ടോൾ പ്ലാസന്റെ കാര്യം മറക്കണ്ട, ടോൾ ഉടനെ തന്നെ ഓപ്പൺ ആകുന്നതായിരിക്കും. കാരണം അത്രയും നല്ല രീതിയിൽ തന്നെയാണ് തൃശ്ശൂർ റീച്ചിലെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് സ്ഥലത്ത് മാത്രമേ പണികൾ ബാക്കിയുള്ളൂ. ഒന്ന് ചാവക്കാട് ബൈപ്പാസിലെ നമ്മളെ സ്റ്റീൽ കോമ്പോസിറ്റ് ഗേർഡർ ഉണ്ട്, അതിന്റെ അപ്രോച്ചറിന്റെ വർക്ക്. പിന്നെ അതുപോലെ തന്നെ വാടനപ്പള്ളി ബൈപ്പാസിൽ ഒരു ഫ്ലൈ ഓവറിന്റെ അപ്രോച്ചറിന്റെ വർക്കും. മൂന്നുപീടിക പെരിഞ്ഞനം ബൈപ്പാസ് ഉടനെ തന്നെ ഓപ്പൺ ആക്കുന്നതാണ്. കൊറ്റംകുളം ഭാഗത്ത് കുറച്ച് വർക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ മതിലകം ബൈപ്പാസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ഭാഗത്ത് കുറച്ച് വർക്കുള്ളൂ കേട്ടോ. അപ്പം മിക്കവാറും ഈ അടുത്ത് തന്നെ നമ്മളെ ടോൾ പ്ലാസ തുറക്കുന്നതാണ്. അതുകൊണ്ട് ഫാസ്ടാഗ് ഒക്കെ വേഗം തന്നെ തയ്യാറാക്കി വെക്കുക. നമ്മളൊക്കെ എല്ലായ്പ്പോഴും പറയും ഈ ബൈപ്പാസ് വരുന്നത് നല്ലതാണ്, കാരണം ടൗണിൽ കയറാതെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കണം. പക്ഷേ നാഷണൽ ഹൈവേ ബന്ധപ്പെട്ടിട്ട് ഈ ബൈപ്പാസ് വന്ന സമയത്ത് തൃശ്ശൂർ റീച്ചിലെ 6 ടൗണുകളിൽ വലിയധികം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ബൈപ്പാസുകൾ വന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ടൗണുകളിലാണ് ഏറ്റവും കൂടുതൽ കച്ചവടക്കാരാണ് ബാധിച്ചിരിക്കുന്നത്. പണ്ട് ബൈപ്പാസ് ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെയുള്ള പല ടൗണുകളിൽ കൂടെയാണ് നമ്മൾ കടന്നു പോയിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ ആളുകളെല്ലാവരും ബൈപ്പാസുകളിൽ പോകുന്ന സമയത്ത് ഈ ടൗണിൽ കയറേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സമയം വളരെ കുറവുള്ളതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അവരുടെ സ്ഥലങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുന്നക്ക ബസാറിൽ വന്ന അണ്ടർപാസ് ആണിത്. അണ്ടർപാസിന്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ട് വാഹനങ്ങൾ ഓടി തുടങ്ങിയിരിക്കുന്നു. ഇവിടുന്ന് വലതു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലാണ് മതിലകം ടൗൺ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് പെയിന്റിംഗ് വർക്ക്, ഡിവൈഡറിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഇനി സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കാണ് നടക്കാനുള്ളത്. പിന്നെ പല ബൈപ്പാസുകളിലും കാണുന്നൊരു കാഴ്ചയാണ്, രാവിലെ പ്രഭാത സവാരി നടത്തുന്ന കുറേ ആളുകളുണ്ട്. അപ്പം ഈ ബൈപ്പാസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ നല്ല വേഗതയിൽ തന്നെ ഇതിൽ കൂടെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ പരമാവധി സർവീസ് റോഡിൽ കൂടെ പ്രഭാത സവാരി നടത്താൻ നോക്കട്ടെ, കാരണം അപകടം ഉണ്ടാവാൻ വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 2 ഭാഗത്തും സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റോഡിലെ ലൈൻ മാർക്കിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ എക്സിറ്റും എൻട്രിയും വരുന്നുണ്ട്. പുന്നക്ക ബസാർ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഭാഗത്ത് എക്സിറ്റും ഒരു ഭാഗത്ത് എൻട്രിയും വരുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു അടിപ്പാത വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ നമുക്ക് ഇതിൽ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇതുപോലെ തന്നെ പല ബൈപ്പാസുകളും തുറക്കുന്ന സമയത്താണ് നമ്മളെ യാത്രകൾ വളരെ സുഗമമാകും. അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് മെയിൻ്റനൻസ് കുറവായിരിക്കും. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ബൈപ്പാസുകൾ വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പല ടൗണുകൾ ഒഴിവാക്കിയിട്ടാണ് യാത്ര ചെയ്യുക. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ റോഡ് സൈഡിലൊക്കെ ഒരു സ്കാനർ കോഡ് ഉണ്ട്, അതിൻ്റെ അത് ഇവിടെ കൊടുക്കാട്ടോ. അതൊക്കെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമീപപ്രദേശത്തുള്ള ഓരോ ഹോട്ടലുകൾ, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ, ഹോസ്പിറ്റൽ, ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പണികൾ പൂർത്തീകരിച്ച മലപ്പുറം റീച്ചിലും അതുപോലെ തന്നെ കോഴിക്കോട് റീച്ചിലും ഇതുപോലെയുള്ള സ്കാനറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ പുന്നക്ക ബസാറിന് ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നല്ല മഴക്കാറുണ്ട്. എൻ്റെ ബാക്കിൽ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യോ എന്നൊരു പിടുത്തമില്ല. ശിവാലയ കൺസ്ട്രക്ഷൻ ആണ് തൃശ്ശൂർ റീച്ചിന്റെ കോൺട്രാക്ടർ. അതുപോലെ തന്നെ 2 റീച്ചാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. ഒന്ന് കാപ്പിരിക്കാട് മുതൽ തളിക്കുളം വരെയും മറ്റൊന്ന് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയും. പിന്നെ അതുപോലെ തന്നെ ബൈപ്പാസുകളുടെ കിലോമീറ്റർ കണക്കൂട്ടുകയാണെങ്കിൽ ഏകദേശം 25 കിലോമീറ്ററിന്റെ അടുത്ത് തന്നെയുണ്ട് ഈ 2 റീച്ചിലേക്ക് ബൈപ്പാസുകൾ വന്നിരിക്കുന്നത്. ശിവാലയ കൺസ്ട്രക്ഷന്റെ ഒരു പ്രസ്റ്റീജ് ഒരു ബൈപ്പാസ് തന്നെയായിരുന്നു മതിലകം ബൈപ്പാസ്. കാരണം നിർമ്മാണം അത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു. കാരണം കണ്ടൽക്കാടുകളുമാണ്, അതുപോലെ തന്നെ ഇഷ്ടംപോലെ ചതുപ്പ് നിലങ്ങളായിരുന്നു. പുന്നക ബസാറിന് നേരെ നമ്മൾ 5-ാം പരുത്തി ഭാഗത്തേക്ക് പോകുമ്പം ആദ്യം തന്നെ 2 അണ്ടർപാസുകളുണ്ട്. ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് പള്ളിനടയിൽ നിന്നും നേരെ ചക്കരപ്പാടം ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്തും, അതുപോലെ തന്നെ രണ്ടാമത്തേത് വന്നിരിക്കുന്നത് പള്ളിനടയിൽ നിന്നും വെള്ളാങ്ങല്ലൂർ ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഈ 2 അണ്ടർപാസുകളുണ്ട്. ഈ 2 അണ്ടർപാസിന്റെ ഇടയിൽ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡുമുണ്ട്. മതിലകം ബൈപ്പാസ് പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ, പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇനി കുറച്ച് ഭാഗത്ത് പണി നടക്കാനുണ്ട്.
അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് വാഹനങ്ങൾ ഈ റോഡിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ നിങ്ങൾ ഇതിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ ചില സ്ഥലത്ത് വർക്ക് നടക്കുന്നുണ്ട്. സൈഡിലായിട്ട് ക്രാഷ് ബാരിയർ വെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ രാത്രി കാലങ്ങളിൽ നിങ്ങൾ പെട്ടെന്ന് സ്പീഡിൽ വരുന്ന സമയത്ത് ഇത് കാണാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നല്ല മഴയുമാണ്, റോഡിൽ വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഈ ബൈപ്പാസിൽ കൂടെ യാത്ര ചെയ്യാൻ. മഴക്കാറ് എൻ്റെ തൊട്ട് പിറകെ തന്നെ ഉണ്ട് കേട്ടോ. എന്നാലും മാക്സിമം നമ്മൾ ഫ്ലൈ ചെയ്യുന്നുണ്ട്. ഇതുവരെയായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറയില്ലേ, നമ്മളെ ഈ മതിലകം ബൈപ്പാസ് നിർമ്മിക്കാൻ വേണ്ടി ശിവാലയ കൺസ്ട്രക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥലം തന്നെയായിരുന്നു ഈ ഭാഗട്ടോ. ഓക്കെ, നിങ്ങൾ ഇവിടെ ഒരു വയഡക്റ്റ് നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് സർവീസ് റോഡിന്റെ പണികളൊന്നും ആയിട്ടില്ല കേട്ടോ. സർവീസ് റോഡ് ഇല്ല ഈ ഭാഗത്ത്. എന്തായാലും വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വാഹനങ്ങളൊക്കെ ഇതിന്റെ മുകൾ ഭാഗത്തോട് ഓടിയിട്ടുണ്ട്. ലൈൻ മാർക്കിംഗ് കുറച്ച് ഭാഗത്ത് നടക്കാനുണ്ട്. ഇവിടെ ആയിരുന്നു ഫുള്ളായിട്ട് കണ്ടൽക്കാടുകൾ ഉണ്ടായിരുന്നത്. ഞാൻ ഈ ഭാഗത്തൊക്കെ വീഡിയോ എടുക്കാൻ നമുക്ക് നേരിട്ട് വരാൻ പറ്റിയത്. എന്നിട്ട് ഇട റോഡുകളിൽ കൂടെ ഒക്കെ വന്നിട്ടായിരുന്നു ഈ ഭാഗത്ത് വീഡിയോ എടുത്തിരുന്നത്. നോക്കി നിങ്ങൾ ഡാർക്കായി വരുന്നത് നോക്കി, നിങ്ങൾ മഴക്കാറായിട്ടാണ് വരുന്നത്. ബാക്കിൽ തൊട്ട് ബാക്കിൽ തന്നെ മഴക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സൈഡിൽ ടർഫിങ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സൈഡിലായിട്ട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരിയർ ആയിരിക്കും വരും കേട്ടോ. നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ദേശീയപാത 66 വികസനത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച മണ്ണിനാണെന്നുള്ളത്. അപ്പോൾ ചെമ്മണ്ണ് കിട്ടാത്തതുകൊണ്ട് ഇവർ പുഴയിൽ നിന്നും മണ്ണ് ഡ്രഡ്ജ് ചെയ്തിട്ടാണ് ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത്. റോഡ് ഇങ്ങനെ നേരെ കാണുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ആവേശമാണ്, ചവിട്ടി വിട്ട് പോകാൻ തോന്നും. 80 കിലോമീറ്റർ വേഗതയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പല ആളുകൾക്കും ഇപ്പോഴും ആറുവരിപ്പാതയിൽ കൂടെ എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക്, ഓട്ടോറിക്ഷ, ട്രാക്ടർ ഇവരൊന്നും ഒരിക്കലും ആറുവരിപ്പാതയിൽ കയറരുത്. പിന്നെ അതുപോലെ തന്നെ കാൽനട യാത്രക്കാർ ആറുവരിപ്പാത ഒരിക്കലും ക്രോസ് ചെയ്യരുത് കേട്ടോ. ഒന്നാമത്തെ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ സ്പീഡ് ട്രാക്കാണ്, ഹെവി വെഹിക്കിളാണ് അതിൽ കൂടെ പോവുക. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ട്രാക്ക് 80 കിലോമീറ്റർ വേഗതയാണ്. എന്ന് വെച്ചാൽ സാധാരണ ഇതിൽ നമ്മൾ കാറുകളൊക്കെ യാത്ര ചെയ്യേണ്ട രണ്ടാമത്തെ ട്രാക്കിലാണ്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ട്രാക്കിലത്തെ വാഹനത്തിന് മറികടക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മൂന്നാമത്തെ ട്രാക്കിലേക്ക് കയറാൻ പാടുള്ളൂ. അതും ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ മിററിലൊക്കെ നോക്കിയിട്ട് വേണം മൂന്നാമത്തെ ട്രാക്കിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നീട് മൂന്നാമത്തെ ട്രാക്കിൽ നമുക്ക് തുടർച്ചയായിട്ട് യാത്ര ചെയ്യാൻ പാടില്ല. വീണ്ടും നമ്മൾ രണ്ടാമത്തെ ട്രാക്കിലേക്ക് വരണം. സെയിം മാതിരി തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ മിററും നോക്കിയിട്ട് രണ്ടാമത്തെ ട്രാക്കിലേക്ക് വരാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് എടുക്കാൻ മറന്നിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടെങ്കിൽ അടുത്ത എക്സിറ്റ് കൂടെ എക്സിറ്റ് എടുക്കുക. അല്ലാതെ നമ്മൾ റിവേഴ്സ് ഒരിക്കലും വരരുത്. ബാക്കിൽ വരുന്ന വാഹനത്തിന് കൺട്രോൾ കിട്ടില്ല. കാരണം 80 കിലോമീറ്റർ വേഗതയിലേക്കും വാഹനം വരിക കേട്ടോ. അപ്പോൾ തൊട്ട് ബാക്കിൽ തന്നെ മഴ എത്തിയിട്ടുണ്ട്. മഴ പെയ്തു. ഇതിപ്പോൾ സംഭവമേ, നമ്മൾ പുന്നക ബസാറിന്ന് ഇവിടെ കയറുകയും ചെയ്തു. മതിലകം ബൈപ്പാസിൻ്റെ മുകൾ ഭാഗത്താണ്. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എവിടെയും കയറി നിൽക്കാൻ സ്ഥലമില്ലല്ലോ. അതിൽ ഒരു അത്യാവശ്യം നല്ല മഴ ഉണ്ട്. എൻ്റെ ബാക്കിലുണ്ടെങ്കിൽ കാർമേഘം. ആ കാർമേഘം അവിടെ പോയി കിട്ടിയാൽ മാത്രമേ ഇനി ഒരു ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല പിടുത്തം വിട്ട മഴയായിരുന്നു. ഇപ്പോൾ ഒന്ന് മഴ കുറഞ്ഞിട്ടുണ്ട്. കാരണം ആ കാർമേഘം കണ്ട നിങ്ങൾ, കാർമേഘം അങ്ങനെ നീങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ഭാഗത്തും നല്ല വെളിച്ചമുണ്ട്. ഇപ്പോൾ കാർമേഘം ഒരു സൈഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. കണ്ടോ, മുകളിൽ നോക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അത് ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പറ്റും. മഴയത്ത് ഡ്രോൺ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പണി കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമായിട്ട് ഞാൻ ഇന്ന് കാലാവസ്ഥയൊക്കെ നോക്കി പോകുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഗ്രീനാണ്. നമ്മൾ എറണാകുളം അതുപോലെ തന്നെ കൊച്ചി ഭാഗവും അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗമൊക്കെ ഗ്രീൻ അലേർട്ടാണ്. അപ്പോൾ വലിയ വിഷയമില്ലാന്ന് വെച്ച് പോകുന്നത്. പക്ഷേ രാവിലെ മലപ്പുറത്ത് നിന്ന് പോകുന്നപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പം പ്രതീക്ഷ ഇതായിരുന്നു. കാരണം മലപ്പുറത്ത് മഴയുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവില്ലല്ലോ എന്ന്. പക്ഷേ ഇങ്ങനെ പോകുന്ന സമയത്ത് ചാവക്കാടായിട്ട് നല്ല വിളിച്ചിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ മതിലൊക്കെ എത്തിയപ്പോൾ നല്ല പിടുത്തം വിട്ട മഴ. ഇതൊക്കെയാണ് ഈ വീഡിയോ എടുക്കേണ്ട ഓരോ എന്താണ് BT എന്താണ് ഇതുണ്ടല്ലോ, എന്താ പറയുക, നമ്മൾ ബാക്ക് സൈഡ് ഓഫ് ദ വീഡിയോ. ആ സംഭവം വീഡിയോ എടുക്കുന്ന ബാക്ക് സൈഡിലെ ഓരോ കാര്യങ്ങളാണിത്. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും കവർ ചെയ്യണം. നമുക്ക് ഇപ്രാവശ്യം കൊടുങ്ങല്ലൂരൊക്കെ കവർ ചെയ്യാനുള്ളതാണ്. അങ്ങനെ കാർമേഘം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. അപ്പം നമ്മൾ പോണ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടോ. അവിടെ പോയ ശേഷം ക്ലിയർ ആയ മാതിരിയാണ്. ഇവിടുന്ന് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ചെറിയൊരു ചാറ്റലുണ്ട്. കുറഞ്ഞിരിക്കുന്നത്. പക്ഷേ പോയത് ഇങ്ങോട്ടാണ്. നോക്കിയാൽ നിങ്ങൾ ഈ ഭാഗം ഇത് മൊത്തം നീങ്ങി വരുമ്പോഴത്തേക്കേ സംഭവം കുറച്ച് നേരം പെയ്യും. എന്തായാലും സാധനം നീങ്ങിണ്ട് കേട്ടോ. ആ കാർമേഘം ഇങ്ങനെ നീങ്ങിപ്പോണുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഏകദേശം. കണ്ടോ, കാർമേഘം ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. നോക്കിക്കോട്ടോ, ആ തെങ്ങിൻ്റെ അവിടെ നോക്കിയാൽ മതി നിങ്ങൾ. വേണ്ട, എന്തായാലും കാത്തിരിക്കാം. ഇവിടം വരെ വന്നതല്ലേ. ശക്തമായ മഴ, തിലകം ബൈപ്പാസ് എന്നുള്ള കാഴ്ചയാണ്. വാഹനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഒരു ഭാഗത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. പക്ഷേ ശ്രദ്ധിച്ച് പോകണം. പല ഭാഗത്ത് ഇതേമാതിരി
ക്രാഷ് ബാരിയറൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുമോ, ഈ മഴയുള്ള സമയത്തൊന്നും വലിയ സ്പീഡിൽ നാഷണൽ ഹൈവേ കൂടെ വരാതിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾ ബ്രേക്ക് ചവിട്ടും. ആ ബ്രേക്ക് ചവിട്ടുന്ന സമയത്താണ് വണ്ടിക്ക് കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് ആക്സിഡൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ പരമാവധി ഈ മഴക്കാലത്തൊക്കെ നാഷണൽ ഹൈവേ കൂടെ ആവറേജ് സ്പീഡിൽ പോരുക കേട്ടോ. ഇപ്പം തന്നെ പല സ്ഥലത്തും മഴ പെയ്യുന്ന സമയത്ത് റോഡിൻ്റെ സൈഡിൽ വെള്ളക്കെട്ടുണ്ട്. കാരണം ഡ്രൈനേജ് സിസ്റ്റം അത്ര കറക്റ്റ് ആയിട്ടൊന്നുമില്ല. വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് അവർ ഹോളൊക്കെ വലുതാക്കുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, മഴക്കാലമായി കഴിഞ്ഞാൽ വേഗം ഒന്ന് കുറച്ചിട്ട് വേണം നമ്മൾ 6 വരി പാതയിൽ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വെള്ളക്കെട്ടിന് നമുക്ക് ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടുകയില്ല. പല അപകടങ്ങളും അതിനോടനുബന്ധിച്ചിട്ട് പല സ്ഥലത്തും ദേശീയപാത 66 ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പള്ളിനട വെള്ളാങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന അവിടെയുള്ള അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയ വയഡക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പുതിയ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മതിൽമൂല ഭാഗത്തുണ്ട്, ഒരു ചെറിയ അണ്ടർപാസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് തൃശ്ശൂർ ജില്ലയിലെ ദേശീയപാത 66 മതിലകം ബൈപ്പാസിലെ ഏക വയഡക്റ്റ്. 1.2 കിലോമീറ്റർ ആണ് ഈ വയഡക്റ്റ് വരുന്നത്. ഇത് വന്ന് അവസാനിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 5-ാം പരുത്തി ഭാഗത്താട്ടോ. മഴയൊക്കെ പെയ്ത് കുറഞ്ഞപ്പോൾ നല്ല പച്ചപ്പാണ് കേട്ടോ, നല്ല അടിപൊളി കാഴ്ചയാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയഡക്റ്റിൻ്റെ 2 ഭാഗത്തും സർവീസ് റോഡൊന്നുമില്ല. സർവീസ് റോഡ് ഉള്ള ഭാഗം നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. വയഡക്റ്റിൻ്റെ മുകൾ ഭാഗത്തോടൊക്കെ വാഹനം ഓടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് ഇപ്പോഴും ലൈൻ മാർക്കിങ്ങിൻ്റെ വർക്ക് നടക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഡിവൈഡറിൻ്റെയും അതുപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെയും പെയിൻറ്റിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മതിലകം ബൈപ്പാസ് പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നിരിക്കുകയാണ്. ഇപ്പം മതിലകം ടൗൺ ടച്ച് ചെയ്യാതെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കണമെന്ന്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തുകൂടെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. മതിൽമൂല അണ്ടർപാസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ 5-ാം പരുത്തി ഭാഗത്ത് വരുന്ന സമയത്ത് ഈ വയഡക്റ്റിൻ്റെ അടിഭാഗത്തുകൂടെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. SN പുരത്ത് നിന്നും പൂവത്തുംകടവ് അതുപോലെ തന്നെ കോണോത്തുംകുന്ന് ഭാഗത്തേക്ക് പോകുന്ന റോഡാട്ടോ. നോക്കി നിങ്ങൾ, വയഡക്റ്റ് 1.2 കിലോമീറ്റർ ഇതിൻ്റെ നീളം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ നിർമ്മാണം വലിയൊരു സംഭവം തന്നെയായിരുന്നു. കാരണം നല്ല ചളിക്കെട്ടുള്ള പ്രദേശം തന്നെയായിരുന്നു ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ പൈലിംഗ് ചെയ്തിട്ടാണ് ഈ വയഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, പല ആളുകളും ചോദിച്ചിരുന്നു ഈ വയഡക്റ്റ് എന്ന് പറഞ്ഞ സംഭവം എന്താണ്. ഈ വയഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചതുപ്പ് നിലങ്ങളും അതുപോലെ തന്നെ ചെരിഞ്ഞ പ്രദേശമുണ്ട്, അവിടെയൊക്കെയാണ് ഈ വയഡക്റ്റ് നിർമ്മിക്കുക. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ദേശീയപാത 66 ബന്ധപ്പെട്ടിട്ട് ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലാണ്. 2 കിലോമീറ്ററാണ് ആ വയഡക്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ വലിയ കാര്യത്തിൽ ഞാൻ ഓരോ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, എനിക്ക് വയഡക്റ്റിനെ കുറിച്ചൊന്നും തുടക്കത്തിൽ അറിയില്ലായിരുന്നു കേട്ടോ. പിന്നീട് ഇങ്ങനെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് എടുക്കുന്ന സമയത്ത് ദേശീയപാത 66 ഓരോ പാലങ്ങൾ വരുന്ന സമയത്ത് അതെന്തൊക്കെയാണെന്നുള്ള ഓരോരുത്തർ ചോദിച്ചിട്ടും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന പലരും എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുമാണ് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, ദേശീയപാത 66 നിർമ്മാണം കേരളത്തിൽ വന്നപ്പോഴാണ് ഒരു റോഡ് നിർമ്മിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് റോഡ് ഉണ്ടാവുക, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഒരു പാലം നിർമ്മിക്കുന്നതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു റോഡ് നിർമ്മിക്കുന്ന സമയത്ത് സോയിൽസ് അപ്ഗ്രേഡ് ചെയ്യുക, പിന്നെ CTSB, WMM, BMBC, അതുപോലെ തന്നെ പീറ്, പൈൽ ക്യാപ്പ്, പിന്നെ ബോക്സ് ഗാർഡർ, സ്റ്റീൽ ഗാർഡർ, ക്രാഷ് ബാരിയർ, ഡിവൈഡർ, RE പാനൽ, RE ബ്ലോക്ക്, പിന്നെ PSC ഗാർഡർ, എന്തൊക്കെ പരിപാടികളാണ് നമ്മൾ ഈ ദേശീയപാത നിർമ്മാണം വന്നപ്പോൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്. പിന്നെ ജിയോ ഗ്രിഡ്, ജിയോ സെല്ല്, ജിയോ കോമ്പോസിറ്റ് ഷീറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ദേശീയപാത 66 മതിലകം ബൈപ്പാസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.